നിങ്ങളുടെ കയ്യിലെ ഈ ചെറിയ സ്വർണ്ണ കഷ്ണം ഒരിക്കലൊരു നക്ഷത്രത്തിൻ്റെ ഭാഗമായിരുന്നു. അതെ, നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സ്വർണം ഭൂമിയിൽ ജനിച്ചതല്ല. അപ്പോൾ സ്വർണം എവിടെയാണ് ഉണ്ടായത്? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബഹിരാകാശത്ത് ഭീമൻ നക്ഷത്രങ്ങൾ അവയുടെ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. ചില നക്ഷത്രങ്ങൾ ഭീമൻ സൂപ്പർനോവകളായി പൊട്ടിത്തെറിച്ചു. അതിലും ശക്തമായ ഒരു സംഭവമാണ് 2 ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ കൂട്ടിയിടി. അത്തരം അതിശക്തമായ സംഭവങ്ങളിലാണ് സ്വർണം പോലുള്ള ഭാരമേറിയ മൂലകങ്ങൾ രൂപപ്പെടുന്നത്. പിന്നീട് ഈ നക്ഷത്രാവശിഷ്ടങ്ങൾ ബഹിരാകാശത്ത് പരന്നു. അവയിൽ ചിലത് ചേർന്ന് നമ്മുടെ സൂര്യനും സൗരയൂഥവും ഒടുവിൽ ഭൂമിയും രൂപപ്പെട്ടു. അതായത് നിങ്ങളുടെ കയ്യിലെ സ്വർണത്തിന് ഭൂമിയേക്കാൾ പഴക്കമുള്ള ഒരു കഥയുണ്ട്. പക്ഷെ കഥ അവിടെ അവസാനിച്ചില്ല. ഭൂമിയുടെ രൂപീകരണത്തിനിടെ തന്നെ സ്വർണത്തിൻ്റെ ഒരു ഭാഗം ഭൂമിയിലെത്തി. പിന്നീട് ചിഹ്നഗ്രഹങ്ങളുടെയും ഉൽക്കകളുടെയും ഇടികളിലൂടെയും കൂടുതൽ സ്വർണം ഭൂമിയിലെത്തിയിരിക്കാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയി. ഭൂമിയുടെ ചൂടും മർദ്ദവും വെള്ളവും പാറകളിലെ രാസപ്രവർത്തനങ്ങളും ചേർന്ന് സ്വർണത്തെ വിവിധ രൂപങ്ങളിൽ ശേഖരിച്ചു. ചിലത് പാറകളിലെ നേർത്ത ഞരമ്പുകളായി, ചിലത് നദികളിലെ മണലിനോടൊപ്പം ചെറിയ കട്ടകളായി. പക്ഷെ സ്വർണം ഇത്ര വിലപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഒന്നാമത്, അത് വളരെ അപൂർവമാണ്. ഇന്നുവരെ മനുഷ്യൻ ഖനനം ചെയ്ത മുഴുവൻ സ്വർണവും ഒരുമിച്ച് ചേർത്താൽ അത് ഏതാനും ഒളിമ്പിക്സ് നീന്തൽക്കുളങ്ങളിൽ മാത്രം ഒതുങ്ങും. രണ്ടാമത്, സ്വർണം വളരെ സ്ഥിരതയുള്ള ലോഹമാണ്. ഇരുമ്പ് തുരുമ്പെടുക്കും, വെള്ളി കാലക്രമേണ മങ്ങും. പക്ഷേ സ്വർണം ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ തിളക്കം നിലനിൽക്കും. അതുകൊണ്ട് തന്നെ പുരാതന ഈജിപ്തുകാർ സ്വർണത്തെ ദൈവികമായ ഒന്നായി കണക്കാക്കി. ഫറവോമാരുടെ കിരീടങ്ങളിലും ആഭരണങ്ങളിലും ശവകുടീരങ്ങളിലും സ്വർണം നിറഞ്ഞു നിന്നു. പിന്നീട് മനുഷ്യൻ മനസ്സിലാക്കി, സ്വർണം വെറും അലങ്കാരമല്ല, ഇത് സമ്പത്തിൻ്റെ പ്രതീകമാക്കാനും കഴിയും. ഏകദേശം 2600 വർഷങ്ങൾക്ക് മുമ്പ് ലിഡിയയിൽ ആദ്യകാല സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറങ്ങി. പിന്നീട് രാജാക്കന്മാരും സാമ്രാജ്യങ്ങളും സ്വർണം ശേഖരിക്കാൻ തുടങ്ങി. സ്വർണത്തിനായി മനുഷ്യർ പുതിയ ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര ചെയ്തു, പുതിയ ഖനികൾ കണ്ടെത്തി, വലിയ സ്വർണ്ണവേട്ടകൾ ആരംഭിച്ചു. ഒരു കാലത്ത് ലോകത്തിലെ പല രാജ്യങ്ങളുടെയും പണത്തിൻ്റെ മൂല്യം പോലും സ്വർണവുമായി ബന്ധിപ്പിച്ചിരുന്നു. ഗോൾഡ് സ്റ്റാൻഡേർഡ് 1971 ആ ബന്ധം അവസാനിച്ചു. പക്ഷേ സ്വർണത്തിൻ്റെ പ്രാധാന്യം അവസാനിച്ചില്ല. ഇന്നും രാജ്യങ്ങൾ അവരുടെ കേന്ദ്ര ബാങ്കുകളുടെ സുരക്ഷിത നിലവറകളിൽ ടൺ കണക്കിന് സ്വർണം സൂക്ഷിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങളുടെ കഴുത്തിലെ മാലയിലും വിരലിലെ മോതിരത്തിലും മാത്രമല്ല സ്വർണമുള്ളത്, നിങ്ങളുടെ ഫോണിനുള്ളിലും സ്വർണമുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ ചെറിയ കണക്ഷനുകളിൽ ഇതുപയോഗിക്കുന്നു. കാരണം സ്വർണം മികച്ച വൈദ്യുതചാലകവും എളുപ്പത്തിൽ നശിക്കാത്തതുമാണ്. വൈദ്യശാസ്ത്രത്തിലും ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും സ്വർണത്തിന് പ്രത്യേക ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ഒരു സ്വർണ്ണാഭരണം കാണുമ്പോൾ അത് വെറും വിലയേറിയ ലോഹമാണെന്ന് കരുതരുത്. അത് ഒരു നക്ഷത്രത്തിൻ്റെ മരണത്തിൽ ആരംഭിച്ച കോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ട ഒരു യാത്രയുടെ അവസാന ഭാഗമാണ്. നക്ഷത്രങ്ങളിൽ ജനിച്ച് ഭൂമിയിലെത്തി മനുഷ്യ ചരിത്രത്തെ മാറ്റി ഇന്ന് നിങ്ങളുടെ കൈകളിൽ തിളങ്ങുന്നു. ഇതാണ് സ്വർണത്തിൻ്റെ കഥ. ഇത്തരത്തിലുള്ള അത്ഭുതകരമായ ശാസ്ത്രകഥകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി. വീണ്ടും കാണാം.